ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പത്തനാപുരം താലൂക്ക് പ്രഖ്യാപന ദിനം കരിദിനമായി ആചരിക്കണമെന്ന് UDF കൊല്ലം ജില്ലാ കൺവീനർ. കടയ്ക്കൽ എരുമതാണു പൊയ്കയിൽ നിർവീര്യമാക്കിയ സ്ഫോടക വസ്തുവിൽ വീണ്ടും പൊട്ടിത്തെറി. പത്തനാപുരം താലൂക്ക് തല റോഡ് സുരക്ഷാ വാരാചരണത്തിന് പുനലൂരിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പത്തനാപുരം താലൂക്ക് പ്രഖ്യാപന ദിനം കരിദിനമായി ആചരിക്കണമെന്ന് കൊല്ലം ജില്ലാ UDF കൺവീനർ കരിക്കത്തിൽ തങ്കപ്പൻപിള്ള. വിളക്കുടി പഞ്ചായത്തിനെ പുനലൂരിൽ നിന്നും മാറ്റി പത്തനാപുരത്ത് ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇളമ്പലിൽ സംഘടിപ്പിച്ച സർവകക്ഷി സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുനലൂരിൽ നിന്നും പത്തനാപുരത്തേക്ക് മാറ്റപ്പെടുന്ന പത്തനാപുരം താലൂക്കിൽ നിന്നും വിളക്കുടി പഞ്ചായത്തിനെ ഒഴിവാക്കി പുനലൂരിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ഇളമ്പലിൽ സർവകക്ഷി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. താലൂക്ക് രൂപീകരണത്തിലെ അശാസ്ത്രീയത ഒഴിവാക്കണമെന്ന് സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടു. വിളക്കുടി പഞ്ചായത്തിനെ പത്തനാപുരം താലൂക്കിൽ ഉൾപ്പെടുത്തുമ്പോൾ പുനലൂർ താലൂക്ക് ഓഫീസിന് 1/2 കിലോമീറ്റർ സമീപത്തുള്ള മഞ്ഞമൺകാല എലിക്കോട് ഭാഗത്തുള്ളവർ വരെ 20 കിലോമീറ്റർ യാത്ര ചെയ്ത് പത്തനാപുരത്ത് എത്തേണ്ട അവസ്ഥയാണ്. വെട്ടിക്കവല മേലില പഞ്ചായത്തുകളെ കൊട്ടാരക്കര താലൂക്കിൽ നിന്ന് അടർത്തി മാറ്റി പത്തനാപുരം താലൂക്കിൽ ഉൾപ്പെടുത്താൻ ഒരു ശ്രമം നടന്നിരുന്നു. എന്നാൽ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. വിളക്കുടി പഞ്ചായത്തിനെ പുനലൂർ താലൂക്കിൽ തന്നെ നിലനിർത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും 13-ാം തീയതി നടക്കുന്ന പത്തനാപുരം താലൂക്ക് ഓഫീസ് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, MLA എന്നിവർക്ക് നിവേദനം നൽകാനും തീരുമാനിച്ചു. ഇളമ്പലിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണയ്ക്ക് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു. നമുക്കുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ നാളെ മുതൽ വളരെയധികം ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. ബഹുജനങ്ങളുടെയും തീരുമാനം അതുതന്നെയാണ്. ഇപ്പൊ ഒന്നടങ്കം നമ്മൾ പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നത് തന്നെ വളരെയധികം സന്തോഷമാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജികുമാർ സ്വാഗതം പറഞ്ഞു. UDF കൊല്ലം ജില്ലാ കൺവീനർ കരിക്കത്തിൽ തങ്കപ്പൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനാപുരം താലൂക്ക് രൂപീകരണത്തിൽ ഉൾപ്പെടുത്തേണ്ട പഞ്ചായത്തുകളെക്കുറിച്ച് ആലോചിക്കാതെ ഒരു വിഭാഗം ആളുകളുടെ താൽപര്യത്തിൽ കാര്യങ്ങൾ നീക്കിയതുമൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ശക്തമായ സമരത്തിനൊപ്പം താലൂക്ക് രൂപീകരണ ദിനമായ 13 കരിദിനമായി ആചരിക്കണമെന്നും കരിക്കത്തിൽ തങ്കപ്പൻപിള്ള പറഞ്ഞു. താലൂക്ക് ഓഫീസുകളെ സാധാരണ ആശ്രയിക്കുന്നത് പാവപ്പെട്ടവരും തൊഴിലാളികളും രോഗബാധിതരുമാണ്. വിളക്കുടിയിൽ നിന്നും 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്താമെന്നിരിക്കെ പത്തനാപുരം താലൂക്കിൽ ഉൾപ്പെടുത്തി അധികം യാത്ര ചെയ്യിക്കുമ്പോൾ താലൂക്ക് ഓഫീസിനോട് ചേർന്ന് ഒരു മോർച്ചറി കൂടി അനുവദിപ്പിക്കണമായിരുന്നു എന്ന് ഉദ്ഘാടകർ കൂട്ടിച്ചേർത്തു. ഒരു കറുത്ത ദിനമായി ആചരിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ഒരു ജനപ്രതിനിധി ഒരു നാടിനു വേണ്ടി ഒരു നല്ല കാര്യം കൊണ്ടുവരുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളോട് കൂട്ടായ ഒരു ചർച്ച ചെയ്യുന്നതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് വേണം ആ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുൻപന്തിയിൽ ഇറങ്ങുവാൻ. ഇത് ആരോടും ആലോചിക്കാതെ ഒരു വിഭാഗം ആളുകളുടെ താല്പര്യത്തിനും സൗകര്യപൂർവ്വവും പത്തനാപുരം താലൂക്ക് രൂപീകരിക്കും. ബഹുമാന്യനായ തഹസിൽദാരെ കാണണമെങ്കിൽ അവരെഴുന്നേറ്റ് നിന്ന് പുനലൂർ താലൂക്കിലെ താലൂക്ക് ഓഫീസിനെ വണങ്ങി ബസ്സിൽ കയറി പത്തനാപുരത്ത് ഇറങ്ങി താലൂക്ക് ഓഫീസിൽ ചെന്ന് താലൂക്ക് അധികാരികളെ കാണണം. കാണാൻ പോകുന്നത് ആരാണെന്നറിയാമോ? വടിയിടിച്ച് വാർദ്ധക്യകാല പെൻഷൻ മേടിക്കുന്നതിനും വിധവാ പെൻഷൻ മേടിക്കുന്നതിനും ആരും മക്കളോ സഹോദരങ്ങളോ ബന്ധുക്കളോ ഇല്ലാത്ത പാവപ്പെട്ട ആളുകളാണ് പോകുന്നത്. ഈ സിവിൽ സ്റ്റേഷൻ, പത്തനാപുരത്തെ സിവിൽ സ്റ്റേഷൻ ഇപ്പൊ ബസ് നിർത്തുമില്ലെന്ന് എനിക്കറിയില്ല. നേരത്തെ അവിടെ ബസ്സുകൾ നിർത്തുന്നത് പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ രീതി അനുസരിച്ച് 4 യാത്ര കഴിയുമ്പോൾ വിളക്കുടി പഞ്ചായത്തിലെ പ്രായാധിക്യമുള്ള ആളുകളുടെ കഥ കഴിയും. ഈ പഞ്ചായത്തിന്റെ ഈ ദുസ്ഥിതിക്ക് പരിഹാരം ഉണ്ടാക്കണം. ഈ താലൂക്ക് അനുവദിച്ചവർ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. പത്തനാപുരത്ത് ആശുപത്രിയോടുകൂടി നല്ല ഒരു മോർച്ചറി കൂടി ഉണ്ടാക്കി പാവപ്പെട്ടവന്റെ എല്ലാ അവസാനം അവിടെ ആക്കുന്നതിന് വേണ്ടി ശ്രമിക്കണമായിരുന്നു എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. CPM ഇളമ്പൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇളമ്പൽ വിജയൻ, CPI ഇളമ്പൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോമരാജൻ, സമരസമിതി രക്ഷാധികാരി CK ബാബു, ബിനു മഞ്ഞമൺകാല, J സുകുമാരൻ നായർ, ഭാർഗവൻ പിള്ള, സനൽ, ശ്രീധരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പുനലൂരിൽ നബിദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നബിദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് സമാപന സമ്മേളനം നടക്കുക. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1488 ജന്മദിനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച പുനലൂരിൽ നബിദിന റാലിയും പൊതുസമ്മേളനവും ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റാലി നഗരം ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിക്കും. റാലിയിൽ ദഫ്മുട്ട് സംഘങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവ അണിചേരും. വൈകിട്ട് 6 മണിക്ക് ചേരുന്ന പൊതുയോഗം ജമാഅത്ത് ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് കുളത്തൂപ്പുഴ സലീമിന്റെ അധ്യക്ഷതയിൽ അൽഹാജ് കടയ്ക്കൽ അബ്ദുൾ അസീസ് മൌലവി ഉദ്ഘാടനം ചെയ്യും. കൊല്ലം MP N പീതാംബരക്കുറുപ്പ്, പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു, പുനലൂർ മുനിസിപ്പൽ ആക്ടിംഗ് ചെയർമാൻ S ബിജു തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. അബ്ദുൾ റഹ്മാൻ മൌലവി, ഷൈഖുന ഏരൂർ ഷംസുദ്ദീൻ മദനി, ഇടമൺ TJ സലീം, കുളത്തൂപ്പുഴ സലീം, MR ഹാഷിം, പത്തനാപുരം KA റഷീദ്, കുന്നിക്കോട് മുഹമ്മദ് സലീം മന്നാനി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബൈക്ക് റാലിയുടെ നിയന്ത്രണത്തോടുകൂടി ഘോഷയാത്ര മറ്റ് തടസ്സങ്ങളൊന്നും ഗതാഗത തടസ്സങ്ങളൊന്നും വരാത്ത രീതിയിൽ മാതൃകാപരമായി മറ്റ് ജനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ മാതൃകാപരമായ നബിദിന സമ്മേളനവും ഈ നിർദ്ധനരായ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണമാണ് ഈ പ്രാവശ്യത്തെ നബിദിന സമ്മേളനവുമായി ബന്ധപ്പെട്ട് 14-ാം തീയതി നടക്കുന്ന റാലിയുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനത്തിൽ വെച്ച് ജമാഅത്ത് കോർപ്പറേഷൻ്റെ മറ്റ് ഇതര മുസ്ലിം സംഘടനകളുടെ എല്ലാം സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ നബിദിന റാലി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കിഴക്കൻ വനമേഖലകളിൽ 6 കോടി രൂപയുടെ വൈദ്യുതീകരണത്തിന് കേന്ദ്രാനുമതി ലഭിച്ചതായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AT ഫിലിപ്പ് അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരണ യോജന സ്കീമിലാണ് തുക അനുവദിച്ചത്. കുളത്തൂപ്പുഴ, ആര്യങ്കാവ് പഞ്ചായത്തുകളിൽ കിഴക്കൻ മേഖലയിൽ 6 കോടി രൂപയുടെ വൈദ്യുതീകരണത്തിനായി കേന്ദ്രാനുമതി ലഭിച്ചതായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AT ഫിലിപ്പ് അറിയിച്ചു. പുനലൂരിൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 40 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന കട്ടളപ്പാറ പദ്ധതിയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. മറ്റ് സ്ഥലങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 വർഷത്തിനകം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 6 കോടി രൂപ മൊത്തത്തിൽ ഇതിന് ചെലവ്. ഇത്രയും തുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ RGGY ഈ സ്കീമിൽ ഉൾപ്പെടുത്തി അനുവദിച്ചിരിക്കുന്നത്. റോസ്മല, രാജാക്കുപ്പ് റോസ്മല എന്ന് പറയുന്നത് ചെന്തുരണി വനമൃഗ സംരക്ഷണ കേന്ദ്രത്തിനകത്താണ്. അവിടെ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 3.5 കോടി രൂപയാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും സ്വർണ്ണഗിരിയിൽ 40 ലക്ഷം രൂപ, അച്ചൻകോവിൽ പള്ളിവാസൽ അതിന് ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ, വെങ്കിട്ടമൂട് 15 ലക്ഷത്തോളം രൂപ, ഇങ്ങനെ മൊത്തം ഏതാണ്ട് 6 കോടി രൂപ ആണ് ഈ സ്കീമിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. പീതാംബരക്കുറുപ്പ് MP മുഖേന കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി മാധവറാവു സിന്ധ്യയ്ക്കും കേന്ദ്ര തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിനും സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ട് അനുവദിക്കുകയും ഈ സ്ഥലങ്ങളെ RGGY 11-12 പദ്ധതികളിലായി ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ലഭിക്കുന്നുള്ളതാണ്. വനത്തിനകത്തൂടെ ഉള്ള ലൈൻ ആയതുകൊണ്ട് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരം വനത്തിനകത്തൂടെ ഈ ലൈൻ വലിച്ചോണ്ട് പോകും. റോസ്മലയ്ക്ക് ചെന്തുരണി വനമൃഗ സംരക്ഷണ കേന്ദ്രമായതുകൊണ്ട് അണ്ടർ കേബിൾ ഭൂമിക്കടിയിലൂടെ ഉള്ള കേബിൾ ഇട്ടാണ് ലൈൻ വലിച്ചുകൊണ്ട് പോകുന്നത്. അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വാങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. കേന്ദ്ര സർക്കാരിന്റെ രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരണ യോജന സ്കീമിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് വനമേഖലയിൽ വൈദ്യുതീകരണം നടപ്പിലാക്കുന്നത്. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ കട്ടിളപ്പാറ, വെങ്കിട്ടമൂട്, ആര്യങ്കാവ് പഞ്ചായത്തിലെ സ്വർണ്ണഗിരി, അച്ചൻകോവിൽ, പള്ളിവാസൽ, രാജാക്കൂപ്പ്, റോസുമല എന്നിവിടങ്ങളിലേക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ റോസുമല ചെന്തുരുണി മൃഗസംരക്ഷണ കേന്ദ്രത്തിനുള്ളിൽ ആയതിനാൽ മണ്ണിനടിയിലൂടെ കേബിളിട്ടായിരിക്കും ലൈൻ കൊണ്ടുപോവുക. അതിനായി വനംവകുപ്പിന്റെ അനുമതി ലഭിക്കണം. കൊല്ലം MP N പീതാംബരക്കുറുപ്പ് മുഖേന കേന്ദ്ര ഊർജ്ജ വകുപ്പ് സഹമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിനും സമർപ്പിച്ച നിവേദനത്തിന്റെ ഫലമായാണ് തുക അനുവദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കുളത്തൂപ്പുഴ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കുളത്തൂപ്പുഴ സലീം, ആര്യങ്കാവ് മണ്ഡലം പ്രസിഡന്റ് V വിജയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ക്രിക്കറ്റ് ടൂർണമെന്റിന് പുനലൂരിൽ തുടക്കം കുറിച്ചു.
പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ എം.എ. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബി ഡിവിഷൻ മത്സരങ്ങളാണ് ആരംഭിച്ചത്. മത്സരം 19-ന് സമാപിക്കും. കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ബി ഡിവിഷൻ മത്സരങ്ങൾക്ക് ശനിയാഴ്ച പുനലൂരിൽ തുടക്കമായി. പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം പുനലൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ എം.എ. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 5 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. 25 ഓവർ വീതമുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. കടയ്ക്കലും പുനലൂരും തമ്മിലാണ് ആദ്യ മത്സരം നടന്നത്. ഇത് ആദ്യമായാണ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ മത്സരങ്ങൾ പുനലൂരിൽ സംഘടിപ്പിക്കുന്നത്. ബി ഡിവിഷൻ മത്സരങ്ങൾക്ക് ശേഷം സി ഡിവിഷൻ മത്സരങ്ങളും ഡി ഡിവിഷൻ മത്സരങ്ങളും നടക്കും. ഈ മാസം 19-ന് മത്സരങ്ങൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിർവീര്യമാക്കിയ സ്ഫോടക വസ്തുവിൽ വീണ്ടും പൊട്ടിത്തെറി. കടയ്ക്കൽ എരുമതാണുപൊയ്കയിൽ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. എക്സ്പ്ലോസീവ് കൺട്രോളർ നിർവീര്യമാക്കി മടങ്ങിപ്പോയതിന് തൊട്ടു പിന്നാലെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. എക്സ്പ്ലോസീവ് കൺട്രോളർ എത്തി നിർവീര്യമാക്കിയ സ്ഫോടക വസ്തുക്കളിൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായി. ചിതറ പഞ്ചായത്തിലെ 3 മുക്ക് എരുമതാണുപൊയ്കയിൽ ഇന്നലെ രാത്രി 7:30യോടെയാണ് സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനായി എരുമതാണുപൊയ്കയിൽ രാജന്റെ ലൈസൻസുള്ള ക്വാറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ഇരുട്ടുകാട്ടിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് എക്സ്പ്ലോസീവ് ഡെപ്യൂട്ടി കൺട്രോളർ ജെ.എൻ. മിശ്ര സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇവിടെ നിന്നും കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കിയിരുന്നു. കടയ്ക്കൽ പോലീസ് പിടികൂടി സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിന് കോടതി ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് എക്സ്പ്ലോസീവ് ഡെപ്യൂട്ടി കൺട്രോളർ ജെ.എൻ. മിശ്രയുടെ സാന്നിധ്യത്തിൽ ക്വാറിയിൽ ഒരു കുഴിയെടുത്ത് അതിൽ നിക്ഷേപിച്ച് നിർവീര്യമാക്കി. തുടർന്ന് സംഘം തിരികെ മടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് കടയ്ക്കൽ നിന്നും 1 യൂണിറ്റ് ഫയർഫോഴ്സും SI N. സുനീഷിന്റെ നേതൃത്വത്തിൽ പോലീസും എക്സ്പ്ലോസീവ് ഡെപ്യൂട്ടി കൺട്രോളറും തിരികെ എത്തി. സ്ഫോടക വസ്തുവിൽ വെള്ളം പമ്പ് ചെയ്ത് നിർവീര്യമാക്കാനുള്ള ശ്രമം തുടങ്ങി. ഇതിനിടയിൽ ശരിയായ വിധം സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കാത്തതാണ് പൊട്ടിത്തെറി ഉണ്ടാവാൻ കാരണം എന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ പ്രതിഷേധവുമായി സ്ഥലത്തെത്തി. ഇവർ ബഹളം വെച്ചതിനെ തുടർന്ന് കടയ്ക്കൽ CI V. രജികുമാറിന്റെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ, ചടയമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. CI N. രജികുമാറിന്റെ മധ്യസ്ഥതയിൽ ചേർന്ന ചർച്ചയ്ക്ക് ശേഷം ശനിയാഴ്ച രാവിലെ സ്ഫോടക വസ്തു നിർവീര്യമാക്കിയ കുഴി മൂടുന്നതിന് തീരുമാനമെടുത്തു. ഇതിനുശേഷമാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. അതെന്തോ ഞാനിത് മുമ്പ് ചെയ്യിച്ചിട്ടുള്ളതാണ്. ഞാൻ പാലക്കാട് ജില്ലയിലിരിക്കുമ്പോൾ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ള, ഞാനൊരു SI ആയിരിക്കും ചെയ്യിപ്പിച്ചിട്ടുള്ള. ഇവിടെ നമുക്ക് വന്നത് ചെറിയ ആളിച്ചെന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ ഈ നാട്ടുകാരോടൊന്ന് പറയണമായി. അതൊരു പക്ഷേ പറയാൻ വിട്ടുപോയതാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ ആരെയും സഹായിക്കാനോ പാറക്കോടിക്കാരുടെ ആളായിട്ട് വന്നതോ ഒന്നുമല്ല. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ഭീഷണിയാകാതിരിക്കാൻ വേണ്ടി സാധനം നശിപ്പിക്കാൻ അത് ബന്ധപ്പെട്ടൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ടാണ് ചെയ്തത്. ആദ്യം എല്ലാവരും മനസ്സിലാക്കി. അല്ലാതെ നിങ്ങളെ ഭാഗം നിൽക്കാതെ അല്ല. ഇത് നമ്മുടെ നാടിന് ആപത്തായതുകൊണ്ട് പൊട്ടിച്ച് കളയാൻ വേണ്ടി തോന്നുന്നു. ഒരുപാട് ഇപ്പോൾ പിടിച്ചു. അടുത്ത കാലത്ത് 4-5 പാറക്കോടിയിൽ നിന്ന് പിടിച്ചു. അല്ലാതെയുള്ള ഈ പടക്കം നിർമ്മാണ സ്ഥലത്ത് നിന്ന് പിടിച്ചു. അതെല്ലാം നിർത്തിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കോറികളും ആ തരത്തിലുള്ള എല്ലാ കോറും നിർത്തിവെപ്പിച്ച് വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് പോലീസ് നല്ല ആക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി പത്തനാപുരം മാലൂർ MGDH-HSൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പത്തനാപുരം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനാപുരം മാലൂർ MGDM-HSൽ നടന്ന ബോധവൽക്കരണ ക്ലാസിന് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി. കൃഷ്ണൻകുട്ടി നേതൃത്വം നൽകി. അന്നത്തെ വിദ്യാഭ്യാസം ഇന്നത്തെ വിദ്യാഭ്യാസവും തമ്മിൽ ഒട്ടനവധി വ്യത്യാസമാണ്. അന്ന് എല്ലാവരും കൂടെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ അങ്ങനെയല്ല. നാട്ടുകാരെല്ലാം പഠിപ്പിക്കാൻ ഒരുപാട് പഠനം ശരിക്കും അങ്ങനെയാണ് നടക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വീട്ടില് ധാരാളമായി വളർത്തു മൃഗങ്ങൾ ഉണ്ടാവേണ്ടുന്നതാണ്. പക്ഷെ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കോഴിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വേറെ സാറന്മാർ വേണ്ട. വായനയുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്നും വായനയിൽ നിന്നുള്ള അകൽച്ചയാണ് പുതുതലമുറ നേരിടുന്ന പ്രതിസന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുപ്രവർത്തകരും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേർ ബോധവൽക്കരണ ക്ലാസിൽ പങ്കുകൊണ്ടു. വിദ്യാർത്ഥി സമൂഹത്തിനുള്ളിൽ വളർന്നുവരുന്ന തെറ്റുകുറ്റങ്ങൾ തിരുത്തുന്നതിനും കുട്ടികളെ നേർവഴിക്ക് നയിക്കുന്നതിനുമായാണ് ഇത്തരത്തിലൊരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നവീകരണത്തെ തുടർന്ന് കൊട്ടാരക്കര സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ പൊടിപടലം യാത്രക്കാരെയും വ്യാപാരികളെയും വെട്ടിലാക്കുന്നു. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്.
കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ചാണ് സ്റ്റാൻഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. 7 ലക്ഷം രൂപയാണ് നവീകരണത്തിനായി മാറ്റിവച്ചിരുന്നത്. 4 ദിവസം കൊണ്ട് കോൺക്രീറ്റ് പൂർത്തിയായി. എന്നാൽ പിന്നീട് കോൺക്രീറ്റ് ഉറയ്ക്കുന്നതിനായി വെള്ളമൊഴിക്കുകയോ കോൺക്രീറ്റ് നനഞ്ഞ ചാക്കുകൊണ്ട് മറയ്ക്കുകയോ ചെയ്തിരുന്നില്ല. 4 ദിവസം കഴിഞ്ഞയുടൻ സ്റ്റാൻഡിൽ വാഹനവും കയറ്റിവിട്ടു. എന്നാൽ ഇപ്പോൾ പൊടിശല്യം സഹിക്കവയ്യാതെ യാത്രക്കാർ നെട്ടോട്ടമോടുകയാണ്. വ്യാപാരികളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. പൊടിപടലം മുഴുവൻ കടയ്ക്കുള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഹോട്ടൽ വ്യാപാരികൾ കടകൾ അടച്ചിട്ടു. അടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരും വ്യാപാരികളും ആവശ്യപ്പെടുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാരും 100 കണക്കിന് വാഹനങ്ങളും സ്റ്റാൻഡിൽ വന്നുപോകുന്നത്. പൊടിപടലം രൂക്ഷമാകാതിരിക്കാൻ പഞ്ചായത്ത് അധികൃതർ വെള്ളം കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ ഒഴിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊടിയേ ഭയങ്കര ശല്യമോ. ഞങ്ങളാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? അവരോട് വെള്ളം ഒഴിക്കാനോ ഒന്നും പറഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂർ സബ് റീജിയണൽ RTO ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള പത്തനാപുരം താലൂക്ക് തല റോഡ് സുരക്ഷാ വാരാചരണം സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. 25ാമത് ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി പുനലൂർ സബ് റീജിയണൽ RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം താലൂക്ക് തല റോഡ് സുരക്ഷാ വാരാചരണം സംഘടിപ്പിച്ചു. പുനലൂർ ജോയിന്റ് RTO മധുസൂദനൻ പിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ ആകെ ബോധമാക്കി മാറ്റേണ്ടതുമായ ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അറിയാതെ തന്നെ ചില ജാഗ്രത കുറവുണ്ടോ? ഒരുപാട് ജീവനുകളാണ് അകാലത്തിൽ ഇന്ന് വെല്ലുവയ്ക്കൊണ്ടിരിക്കുന്നത്. ജാഗ്രത പുലർത്തുകയും നാം സ്വീകരിക്കേണ്ട യാത്ര ചെയ്യുന്നവരും വാഹനം ഓടിക്കുന്നവരുമൊക്കെ സ്വീകരിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഈ അപകടങ്ങളെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. റോഡുകളിൽ പരിശോധന ശക്തമാക്കുകയും പരിശോധനയിൽ നിയമം തെറ്റിക്കുന്നവരെ ശിക്ഷയ്ക്ക് പകരം ബോധവൽക്കരണവും നിയമവിധേയമായി വാഹനമോടിക്കുന്നവർക്ക് സമ്മാനവും നൽകുകയും ചെയ്യും. കൂടാതെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിനെ ഉൾപ്പെടുത്തിയും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ NC അജിത് കുമാർ, അഡീഷണൽ മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ഫിറോസ്, പത്തനാപുരം താലൂക്ക് ഡ്രൈവിംഗ് സ്കൂൾ ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ AS റിയാസ്, K. സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. റോഡ് സുരക്ഷാ ക്ലാസ് പിന്നുള്ള ഓരോ ദിവസങ്ങളിൽ റോഡിൽ ഓൺ റോഡ് അവയർനെസ് പ്രോഗ്രാം, അതായത് NCC കേഡറ്റും മറ്റും അവരെയും കൊണ്ടുപോയിട്ട് റോഡിൽ നിയമം പാലിച്ചു വരുന്നവർക്ക് സമ്മാനം കൊടുക്കുകയും നിയമം തെറ്റിക്കുന്നവർക്ക് ശിക്ഷയ്ക്ക് പകരം അവർക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ റോഡ് സുരക്ഷാ റാലി, വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് റോഡ് സുരക്ഷാ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടേഴ്സിന് ക്ലാസ്സുകൾ, അതുപോലെ സമാപനം KSRTCയിൽ റോഡ് സുരക്ഷാ ഫിലിം ഷോയോടുകൂടി 17-ാം തീയതി സമാപിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മണിയാർ അഷ്ടമംഗലം തരങ്കിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം 12, 13 തീയതികളിൽ സംഘടിപ്പിക്കുന്നു. പ്രത്യേക ആകർഷണമായ അഖില കേരള വടംവലിമേള പുനലൂർ SI KS ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. മണിയാർ അഷ്ടമംഗലം തരങ്കിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ജനുവരി 12, 13 തീയതികളിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. ജനുവരി 12, 13 തീയതികളിൽ അഷ്ടമംഗലം ഹെൽത്ത് സെന്റർ ജംഗ്ഷനിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി വടംവലി മത്സരം, പിന്നെ കായിക മത്സരങ്ങൾ, രക്തദാനം, മറ്റ് കലാപരിപാടികൾ, സ്റ്റേജ് പ്രോഗ്രാം. വടംവലിയുടെ ഉദ്ഘാടനം പുനലൂർ SI KS ഗോപകുമാർ നിർവഹിക്കും. സമാപന സമ്മേളന ഉദ്ഘാടനം മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ നിർവഹിക്കും. പരിപാടികളോടനുബന്ധിച്ച് നേത്രദാനം, രക്തദാനം, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കട്ടളപ്പാറ വനമേഖലയിൽ വൈദ്യുതി എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് പ്രദേശത്തെ 50ഓളം കുടുംബങ്ങൾ. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്.
കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കട്ടളപ്പാറയിൽ വൈദ്യുതി എത്തിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ചു തുടങ്ങി. ചിരകാല സ്വപ്നമായ വൈദ്യുതി എത്തുന്നതിൽ കട്ടളപ്പാറ നിവാസികൾ അവരുടെ സന്തോഷം അറിയിച്ചു. തങ്ങളുടെ തലമുറ ഇരുട്ടിലായിരുന്നുവെന്നും വരും തലമുറയെങ്കിലും വെളിച്ചം കണ്ട് വളരുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾക്ക് കറണ്ട് വന്നതിൽ ഏറ്റവും സന്തോഷവും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷങ്ങളുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ ഈ ആനക്കാട്ട് ഞങ്ങൾക്ക് മണ്ണെണ്ണയും കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ദൈവമേ കറണ്ട് കിട്ടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പിന്നെ സന്തോഷമായി എല്ലാവർക്കും. കട്ടളപ്പാറയിൽ വൈദ്യുതി എത്തുന്നതോടെ 50ഓളം കുടുംബങ്ങളാണ് ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നത്. കുളത്തൂപ്പുഴ ടൌണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ഉള്ളിലായാണ് ഈ വനപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. വന്യജീവി സങ്കേതവും റിസർവ്ഡ് വനമേഖലയും ഉൾപ്പെട്ട പ്രദേശത്ത് വൈദ്യുതി എത്തിക്കുക ദുഷ്കരമായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരണ യോജന പദ്ധതി പ്രകാരമാണ് ഒടുവിൽ കട്ടളപ്പാറയിൽ വെളിച്ചം എത്തുന്നത്. പ്രദേശത്ത് ആദ്യ ഇലക്ട്രിക് പോസ്റ്റ് നാട്ടുകാരും പൊതുപ്രവർത്തകരും KSEB ജീവനക്കാരും ഒരുമിച്ചാണ് സ്ഥാപിച്ചത്. കട്ടളപ്പാറ പ്രദേശത്ത് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. വളരെ വർഷങ്ങളായി ആളുകൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് കേന്ദ്ര UPA ഗവൺമെൻറ്റിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലുള്ള വീടുകൾ വൈദ്യുതീകരിക്കുക എന്നുള്ള പദ്ധതി രാജീവ് ഗാന്ധി ഗ്രാമീൺ വിദ്യുത്കരണ യോജന എന്ന് പറയുന്ന പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഇതിന് ഫണ്ട് അനുവദിച്ച് ഈ പണി നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്തനാപുരം താലൂക്ക് പ്രഖ്യാപന ദിനം കരിദിനമായി ആചരിക്കണമെന്ന് UDF കൊല്ലം ജില്ലാ കൺവീനർ. കടയ്ക്കൽ എരുമതാണു പൊയ്കയിൽ നിർവീര്യമാക്കിയ സ്ഫോടക വസ്തുവിൽ വീണ്ടും പൊട്ടിത്തെറി. പത്തനാപുരം താലൂക്ക് തല റോഡ് സുരക്ഷാ വാരാചരണത്തിന് പുനലൂരിൽ തുടക്കം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.